എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകും മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ സിമ്പിൾ തിങ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വളരെ രുചികരമായ മീൻ കറി എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നതാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ ആദ്യം എടുത്തു വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ കഴുകി വൃത്തിയാക്കിയ 3 അയല മീനുകൾ എടുത്തു വച്ചിട്ടുണ്ട്. അതിലേക്ക് മീഡിയം സൈസ് ഒരു തക്കാളിയും അതുപോലെ ഒന്നിൻ്റെ ഒരു കഷ്ണവും എടുത്തു വച്ചിട്ടുണ്ട്. 3 പച്ചമുളകും 4 വെളുത്തുള്ളി അല്ലിയും ഒരു കഷ്ണം ഇഞ്ചിയും 1-2 ചെറിയ ഉള്ളിയും കുറച്ച് പുളി കുതിർത്തതും കറിവേപ്പും ഏകദേശം ഇതിനാവശ്യമായിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ മീൻ കറി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം എടുത്ത് വയ്ക്കുക. ഞാനിപ്പോൾ 3 മീനുകളാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 6-7 മീനുകൾക്കും ഇതേ അളവിൽ തന്നെ ചേർക്കേണ്ട സാധനങ്ങൾ എടുക്കാവുന്നതാണ്. ഉപ്പും മറ്റ് സ്പൈസസും മാത്രം ബാലൻസ് ചെയ്താൽ മതിയാവും. ഇനി നമ്മൾ എടുത്തു വച്ച തക്കാളി കട്ട് ചെയ്ത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തുടക്കക്കാർ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ 3 ചെറിയ പച്ചമുളകും എടുത്തു വച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മീഡിയം എരിവിലേക്കുള്ള പൊടികളാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ കുതിർത്ത് വെച്ച പുളിയുടെ വെള്ളം അതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ വാളൻപുളിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളിയോ മറ്റോ ചേർക്കാവുന്നതാണ്. ഇനി നന്നായി യോജിപ്പിച്ച ശേഷം അതിലേക്ക് കീറി വെച്ച മുളകുകൾ ചേർക്കാവുന്നതാണ്. പിന്നീട് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ കറി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ പാകത്തിനുള്ള വെള്ളമാണ്. ഒരുപാട് വെള്ളമായിട്ടുമല്ല, വളരെ കുറച്ചുമല്ല. ശേഷം സ്റ്റൗ ഓണാക്കി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. തീ ഫുൾ ഫ്ലെയിമിലാക്കിയ ശേഷം മൂടി വെച്ച് ഏകദേശം 7 മിനിറ്റോളം നമുക്കിത് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ 7 മിനിറ്റ് നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തക്കാളിയും പച്ചമുളകുമെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. ശേഷം ഒരുപാട് കുത്തി ഇളക്കാത്ത രീതിയിൽ നോർമലായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനിപ്പോൾ നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഏകദേശം 2-3 മിനിറ്റ് ഇത് മൂടി വെച്ച് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്കൊന്ന് വേവിക്കാം. ഏതൊരാൾക്കും പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റിയായ മീൻ കറി ഇതുപോലെ ചെയ്തു നോക്കാവുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം 3 മിനിറ്റ് മീനിട്ട ശേഷം വെന്ത് കിട്ടിയിട്ടുണ്ട്. എരിവും ഉപ്പുമെല്ലാം നിങ്ങളുടെ ഇഷ്ടാനുസരണത്തിന് ചേർക്കാവുന്നതാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മീനൊക്കെ വളരെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റിന് വേണ്ടി ചെറിയ ചില പൊടിക്കൈകൾ കൂടി ചേർക്കാനുണ്ട്. ചെമ്മീൻ, ഞണ്ട് പോലുള്ള മീനുകളല്ലാത്തവയെല്ലാം ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാം. ഇനി നമുക്ക് അടുപ്പിൽ നിന്നും നമ്മുടെ കറിച്ചട്ടി മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു ചെറിയ ചട്ടി വെച്ച് കൊടുക്കാം. ശേഷം അതിലേക്ക് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം.
ഞാനിപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം, കൂടുതലായി പോവേണ്ട. ഒരിക്കലും ഇതിലേക്ക് മറ്റ് ഓയിലുകളോ സൺഫ്ലവർ ഓയിലോ മറ്റ് പാം ഓയിൽസോ ഒന്നും ചേർക്കരുത്. മാക്സിമം വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ ശ്രമിക്കുക. എണ്ണ നന്നായി ചൂടായ ശേഷം വളരെ കുറച്ച്, ഏകദേശം 10 മണിയോളം വരും ഉലുവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഉലുവ ഏകദേശം പൊട്ടാൻ തുടങ്ങി. ഈ സമയം നമ്മൾ എടുത്തു വച്ച ചെറിയ ഉള്ളി അരിഞ്ഞത് എടുക്കാം. ഞാനിപ്പോൾ 3 ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ചെറിയതാക്കി അരിയണം. ഇത് 1 ചേർത്താലും മതി. ഞാനിപ്പോൾ 3 എടുത്തു എന്നുള്ളൂ. കൂടുതൽ ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നന്നായി വഴണ്ടി വരുന്നുണ്ട്. ഇതൊരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിലേക്കായി നമുക്ക് കുറച്ചധികം കറിവേപ്പ് കൂടി കഴുകിയെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പ് ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളുണ്ടാക്കിയ ഈ മീൻ കറി ഏകദേശം 3 പേർക്ക് നന്നായി ഒഴിച്ചു കൂട്ടാനുള്ളത് ഉണ്ടായിരിക്കും. ഒരുപാട് കൂടുതൽ കറി ഒഴിച്ചു കൂട്ടുന്നവരല്ല എങ്കിൽ 4 പേർക്ക് സെർവ് ചെയ്യാവുന്നതാണ്. കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി ഇപ്പോൾ കറക്റ്റ് പരുവത്തിലായി വന്നിട്ടുണ്ട്. കറിയിലേക്ക് ഇവ ചേർത്ത് കൊടുക്കാം. ശേഷം മീനൊന്നും ഉടയാത്ത രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച ശേഷം ആവശ്യത്തിന് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു അളവിലുണ്ടാക്കിയാൽ 3 പേർക്ക് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റിയായി വളരെ എളുപ്പത്തിൽ തന്നെ തുടക്കക്കാർക്കും ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ വീഡിയോസ് ആദ്യമായാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. നമ്മുടെ റെസിപ്പീസ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ രുചികരമായ മീൻ കറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലുള്ള പഴയതും പുതുമയുള്ളതുമായ എല്ലാ റെസിപ്പീസും നമ്മുടെ ചാനലിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.